ബാലരാമപുരം ആറാലമൂട് ഗോപൻ സ്വാമി ഈ കാണുന്ന ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത നിലനിൽക്കുന്നു എന്ന പരാതി പോലീസിലെത്തുകയും എത്തി ഇവിടെ മക്കളോട് ചോദ്യം ചെയ്ത് അവരുടെ മൊഴിയും മറ്റും രേഖപ്പെടുത്തുകയാണ്. നെയ്യാറ്റിൻകര പോലീസാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. സംഭവം ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ ഇവരുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. ഈ കാണുന്നതാണ് കുടുംബക്ഷേത്രം. ഇന്നലെ രാവിലെ 11:30 ഈ ഗോപൻ സ്വാമിയുടെ ഇളയ മകനുമായി അമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗോപൻ സ്വാമി ഞാൻ സമാധിയാവുകയാണ്, അല്ലെങ്കിൽ ഞാൻ മരണപ്പെടാൻ പോവുകയാണ് എന്ന് മകനോട് പറയുകയും ഈ കാണുന്ന വാതിലിലൂടെ ഗോപൻ സ്വാമിയും ഇളയ മകനും കൂടി ഇറങ്ങി വന്ന് ഇതിലെ നടന്ന് നേരത്തെ തന്നെ സമാധിയായെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മരിച്ചെങ്കിൽ എന്നെ സമാധിയായിട്ട് ഇരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞ ഈ സ്ഥലത്തേക്ക് വന്നു എന്നാണ് മകൻ പറയുന്നത്. ഇളയ മകൻ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇരുന്നു, ഈ ഗോപൻ സ്വാമി ധ്യാനത്തിലിരുന്നു എന്നാണ് മകൻ പറയുന്നത്. ധ്യാനത്തിലിരിക്കുന്നു, ഒപ്പം മകൻ നോക്കി നിൽക്കുന്നു. BP-യും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ മരുന്നും കൂടി കഴിച്ചിട്ടാണ് ഇവിടെ ഒന്ന് ധ്യാനത്തിന് ഇരുന്നതിന് ശേഷം മകൻ നോക്കി നിൽക്കെ അദ്ദേഹം മരണപ്പെടുകയാണ്, ശ്വാസം നിൽക്കുകയാണ് ചെയ്തതെന്നാണ് മകൻ പോലീസിന് കൊടുത്ത മൊഴി. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഭസ്മവും പൂജാ സാധനങ്ങളും മറ്റുമിട്ട് ഈ കാണുന്ന തരത്തിൽ അടച്ച് കോൺക്രീറ്റ് ചെയ്തു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയത്. പോലീസ് ഇവിടെ എത്തി ഈ സ്ഥലം മൊത്തം സീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടാർക്കും പ്രവേശനത്തിന് അനുമതി നൽകിയിട്ടില്ല. നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ഇവർക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നം ഉള്ളതായിട്ട് തോന്നുന്നു? എന്ത് തോന്നുന്നു? അങ്ങനെയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാര്യം ഇവർ നാടുമായിട്ട് വലിയ ബന്ധമുള്ള ആൾക്കാരല്ല. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ രാവിലെ 8:30 മണിക്കാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഈ നാട്ടുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്ന് പറയുന്നു. ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ, ഇന്നലെ മരണപ്പെട്ടു എന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം തൊട്ട് മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ അതേ രീതിയിലാണ് ഞങ്ങളുടെ അടുത്തും പറയുന്നത്. ഡോക്ടറുടെ അടുത്ത് വിശ്വാസമല്ല, മരണപ്പെട്ടു എന്ന് പറയുന്നു. ഒരു ഡോക്ടർ വന്ന് തെളിയിച്ചിട്ട് പോലുമില്ല മരണം. അവിടെ അയാൾ വന്ന് താനേ ഇരുന്നു എന്നാണ് പറയുന്നത്. മര്യാദയ്ക്ക് ഇൻസുലിൻ്റെ ഗുളികയൊക്കെ കഴിച്ചു, BP-യുടെ ഗുളികയൊക്കെ കഴിച്ച് ഇരുന്നതിന് ശേഷം മരണം ഇയാൾ സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത്. മകനായിട്ടുള്ള ഇളയ മകൻ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സ്ലാബ് അടക്കമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ച് മൂടുന്നു. ജീവനോടാണോ മൂടിയതെന്ന സംശയം പോലും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും ഞങ്ങൾക്കറിയാൻ കഴിയും. എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയേണ്ട ആവശ്യം ഞങ്ങൾ നാട്ടുകാരെ നല്ല രൂപത്തിലേക്കുണ്ട്. ഇയാൾ എന്ത് അസുഖബാധിതമായി മരണപ്പെട്ട ഈ ഗോപൻ സ്വാമി എന്നാണല്ലോ അദ്ദേഹം സ്വാമിയാണോ അതോ വേറെ എന്തെങ്കിലും? അദ്ദേഹം അങ്ങനെ ഒരു പ്രോപ്പർ സ്വാമി അല്ല. അദ്ദേഹം ചുമട്ട് തൊഴിലാളിയാണ്. ആറാലമൂട് മാർക്കറ്റിനകത്തെ ചുമട്ട് തൊഴിലാളിയാണ്. അവിടുത്തെ യൂണിയനിലുണ്ടായിരുന്ന ആളാണ്. ചുമടെടുക്കുകയൊക്കെ നന്നായി ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. മക്കളൊക്കെ എന്തെങ്കിലും ചെയ്യാം? ഒരു മോൻ പാപ്പനും കൂടി മാരുതിയിലോ എങ്ങാണ്ട ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരു മകൻ പ്ലംബിങ്ങിൻ്റെ വർക്ക് അങ്ങനെ എങ്ങാണ്ട് ചെയ്യുന്നു. പക്ഷേ കുറേ കാലം കൊണ്ട് ഇവരങ്ങനെ ഈ ഒരു മകനെ പുറത്ത് കാണാറില്ല. അവർ ഇപ്പോൾ ഇവിടെ തന്നെയാണ് പൂജയും കാര്യങ്ങളൊക്കെ ആയി. സ്വന്തമായി ഇവർക്കൊരു കോവിലുണ്ട്, ഇവിടെ തന്നെയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, മൂത്ത മകൻ. അദ്ദേഹം പക്ഷേ നമ്മളോട് സംസാരിക്കാൻ ഇല്ല എന്ന് പറയുകയാണ്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഉദ്യോഗസ്ഥരെത്തിയത്. എന്താണ് സാർ അവരുടെ മൊഴിയിൽ എന്താ പറയുന്നത്? മൊഴി എടുത്തുകൊണ്ടിരിക്കണേ ഉള്ളൂ, വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രഥമദൃഷ്ട്യാ കണ്ടിട്ടെന്ന് തോന്നുന്നു? വ്യക്തതയില്ല, ലേശം കഴിഞ്ഞതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ. മൊഴി രേഖപ്പെടുത്തണം, എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഓരോരുത്തരെ മൊഴി രേഖപ്പെടുത്തുന്നതേ ഉള്ളൂ. ഇവിടുന്ന് നടന്നു പോയി അവിടെ ഇരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിൽ തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ ഓരോരുത്തരായിട്ട് കണ്ട് ചോദിക്കണം. മുകളിൽ അറിയിച്ചിട്ടുണ്ടാവും. എന്തോ മേലുദ്യോഗസ്ഥരെല്ലാം സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ സ്ഥലത്തും പരിസരത്തും അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ആവശ്യത്തേക്ക് ഓരോരുത്തർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അനുജൻ ചേട്ടൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അടുത്ത അനുജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോവുകയാണ്. അനുജനാണ് ഈ ചടങ്ങുകളെല്ലാം പൂർണ്ണമായിട്ട് ചെയ്തതായിട്ട് പറയുന്നത്. അപ്പോൾ പുള്ളിയെടുത്ത് വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയാലേ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും കൂടി മാത്രമാണ് മറ്റ് ചടങ്ങുകളൊക്കെ നടത്തിയത്. അനുജൻ നേരത്തെ പറഞ്ഞതിൽ മറ്റാരോ 2 പേര് വന്നിട്ടുണ്ട്. അവർ 2 പേര് വന്നിട്ടുള്ളതായി പറയുന്നുണ്ട്. വേറെ ആരോ അത് ആരാണെന്ന് ചോദിക്കണം, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. ഈ ഇവിടെയാണ് സമാധി എന്ന് അവർ പറയുന്ന സ്ഥലം തൊട്ടടുത്താണ്. എല്ലാം കൂടെ ഒരു 50 മീറ്ററിലാണ് വീടും മറ്റും ഉള്ളത്. പക്ഷേ വീട്ടിലുള്ള ഈ മരിച്ച ആളുടെ ഭാര്യ, മരുമക്കൾ അവരാരെയും കാണിച്ചിട്ടൊന്നുമില്ല എന്നാണ്. അവരെല്ലാം അറിഞ്ഞു. അവർക്കാർക്കും വേറെ ഡിസ്പ്യൂട്ടില്ല, വേറെ ഒരു ഇതുമില്ല. ഭാര്യയും അമ്മയും എല്ലാവരും അറിഞ്ഞാണ് ഈ ചടങ്ങ് നടത്തി. അവരൊക്കെ മരണം സ്ഥിരീകരിച്ച ശേഷം ചെയ്തതാണെന്നാണ് അവർ പറയുന്നത്. എങ്ങനെ സ്ഥിരീകരിച്ചു എന്നാണ് അവർ പറയുന്നത്? അല്ല, അച്ഛന് അനക്കമില്ലായിരുന്നു, ശ്വാസം നിലച്ച നിലയിലായിരുന്നു എന്ന് ഇപ്പം ഈ അനുജൻ പറയുന്നുണ്ട്.
നേരെ അവിടെ വന്ന് ഇരിക്കുമായിരുന്നു എന്നാണ്. അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞ് ജീവൻ പോയി എന്നാണ് പറയുന്നത്. അവിടെ ഇരുന്ന് ജീവൻ പോയെന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത്. സ്വാഭാവികമായിട്ട് അതിന് പൊളിക്കുകയും പോസ്റ്റ്മോർട്ടം നടത്തുകയൊക്കെ ചെയ്യേണ്ടി വരും. അറിയില്ല അത് എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള മേലുദ്യോഗസ്ഥർക്ക് അറിയാം. ഓക്കെ, അത് തന്നെയാണ് നേരത്തെ നമ്മളോട് മകൻ പറഞ്ഞ കാര്യങ്ങൾ. ചിലതിൽ ഒരു വ്യത്യാസമുണ്ട് എങ്കിലും ഏതാണ്ട് പോലീസിന് കൊടുത്ത മൊഴി അങ്ങനെ തന്നെയാണ്. ഇതാണ് അവരുടെ വീട്ടിൽ ചില മതപരമായ ചടങ്ങുകൾ, ഒരാൾ മരണപ്പെട്ടതിന് ശേഷം നടക്കുന്ന ചടങ്ങുകളും മറ്റും നടക്കുന്നുമുണ്ട്.